മനുഷ്യനിർമ്മിതമായ മോസ്റ്റ് പവർഫുൾ വെപ്പൺ ഏതെന്നറിയോ? നിമിഷ നേരം കൊണ്ട് ഒരു സിറ്റിയെ മുഴുവൻ വേപ്പറൈസ് ചെയ്ത് കളയാൻ പറ്റുന്ന വെപ്പൺ ഓഫ് പീസ് എന്നറിയപ്പെടുന്ന ന്യൂക്ലിയർ വെപ്പൺ, ന്യൂക്ലിയർ ബോംബ്സ്. ന്യൂക്ലിയർ ബോംബ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാലോ? ട്രിഗേർഡ് ആയി കഴിഞ്ഞാൽ ആറ്റം സ്പ്ലിറ്റ് ആവും, ഫിഷൻ ഉണ്ടാവും. അങ്ങനെ റിലീസ് ആവുന്ന ടൺസ് ഓഫ് എനർജിയും കൂടെ ന്യൂട്രോൺസും മറ്റ് ആറ്റങ്ങളിൽ ഹിറ്റ് ആവും. അങ്ങനെ ആ ആറ്റങ്ങളും സ്പ്ലിറ്റ് ആകും, വീണ്ടും ഫിഷൻ ഉണ്ടാവും. അതിലൂടെ ഉണ്ടാകുന്ന ന്യൂട്രോൺസ് വീണ്ടും ആറ്റംസിൽ ഹിറ്റ് ആവുന്നു. അങ്ങനെ ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെ നടന്നുകൊണ്ടേയിരിക്കും. ലിറ്ററലി നമ്മുടെ സൂര്യനേക്കാളും ചൂടേറിയ ഫയർബോൾ ഉണ്ടാവും. പെട്ടെന്ന് ടെമ്പറേച്ചർ ഇങ്ങനെ കൂടുന്നതിന്റെ ഭാഗമായി എയർ അതിവേഗത്തിൽ എക്സ്പാൻഡ് ആവും. ഇൻസ്റ്റന്റ്ലി ഉണ്ടാവുന്ന ഈ ഷോക്ക് വേവ്സ് കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള ബിൽഡിംഗ്സിനെ പോലും വേപ്പറൈസ് ചെയ്ത് കളയാൻ പറ്റുന്ന അത്രത്തോളം പവർഫുൾ ആണ്. അതായത് ചുരുക്കി പറഞ്ഞ ഒരു ന്യൂക്ലിയർ ബോംബ് ട്രിഗേർഡ് ആയാൽ ഒഴിഞ്ഞു മാറാനോ ഓടി മാറാനോ ഈവൻ കണ്ണടച്ച് തുറക്കാനുള്ള സമയം പോലും കിട്ടത്തില്ല. 100 മില്യൺ ഡിഗ്രി സെൽഷ്യസ് ഒക്കെ താങ്ങാൻ പറ്റുമോ? ലിറ്ററലി പൊടി പോലും കിട്ടൂല എന്ന് സാരം. ഇങ്ങനെ കണ്ണടച്ച് തുറക്കാൻ പോലും സമയം തരാത്ത ന്യൂക്ലിയർ അറ്റാക്കിനെ പ്രതിരോധിക്കാൻ അതിലും വേഗതയുള്ളൊരു ഡിഫൻസ് മെക്കാനിസം ഉണ്ടാക്കിയാലോ? കേൾക്കുമ്പോൾ ഇമ്പോസിബിൾ ആണെന്ന് തോന്നിയേക്കാം. 900 കിലോമീറ്റർ റേഡിയസിൽ ഷോക്ക് വേവ് എത്തിക്കാൻ പറ്റുന്ന അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള സാർ ബോംബിനെ പോലും പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു ഡിഫൻസ് മെക്ക്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സിനിമയിൽ ഒരു കൂട്ടം ആളുകൾ ഒരു പ്രത്യേക ലോകത്ത് ട്രാപ്പായി പോകും. അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന അവർ അന്വേഷിച്ച് ചെല്ലുമ്പോൾ കണ്ടെത്തുന്ന ഉത്തരങ്ങൾ അവരെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞു. നമ്മുടെ കഥാനായകൻ ടിമ്മിന്റെ അപ്പാർട്ട്മെന്റിൽ ഒരു ഗ്ലാസിനുള്ളിൽ ഇങ്ങനെ ട്രാപ്പായി കിടക്കുന്നത് കാണിച്ചാണ് കഥ തുടങ്ങുന്നത്. ടിം ഒരു ഡെവലപ്പറാണ്, വീഡിയോ ഗെയിം ഡെവലപ്പർ. നമ്മുടെ ടിമ്മും അവന്റെ കൂടെ ഈ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്നവരും കുറേ നാളായി ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്. ടീമിലുള്ള എല്ലാവരുടെയും ഭാഗത്തുനിന്ന് പ്രോപ്പർ ഇൻപുട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകത്തുള്ളൂ. നമ്മുടെ ടിമ്മിന് എല്ലാം നല്ല രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിലും കഴിഞ്ഞ 2 വർഷമായിട്ട് ആളൊരു വല്ലാത്ത ട്രോമയിലാണ്. അത് കാരണം വർക്കിലും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. പലപ്പോഴും പ്രോപ്പറായിട്ടൊന്നും ഫിനിഷ് ചെയ്യാൻ പറ്റാറില്ല. ഇവന്റെ ടീമിലുള്ളവരൊക്കെ അവരുടെ പാർട്ട് ഫിനിഷ് ചെയ്താലും ടീം പലപ്പോഴും ബാക്കിലായിരിക്കും. പ്രോപ്പറായിട്ട് അവരോടൊപ്പം ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിന് കാരണം 2 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു ഇൻസിഡന്റ് ആണ്. നമ്മുടെ ടിമ്മിന്റെ ഗേൾ ഫ്രണ്ട് ഒലീവിയ, പുള്ളിക്കാരി പ്രഗ്നന്റ് ആയിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി മിസ്കാരേജ് ആയി. കുഞ്ഞിനെ നഷ്ടപ്പെട്ടതോടെ ഇരുവരും വല്ലാത്ത അവസ്ഥയിലേക്ക് വീണു പോകുമായിരുന്നു. ഒലീവിയ പാവം ഒത്തിരി കരഞ്ഞ് ആ വിഷമം അങ്ങ് തീർത്തു. വുമൺ, അവൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ടല്ലോ. പാവം നമ്മുടെ ടിമ്മിന് ഇപ്പോഴും അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ ട്രോമാസ് അവനെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെ എന്തോ നെറ്റ്വർക്കർ വന്ന് ടീമായിട്ടുള്ള കണക്ഷൻ ഡ്രോപ്പ് ആയി. അന്നേരമാണ് സ്ക്രീനിൽ നിന്ന് കണ്ണെടുത്ത് ചുറ്റുപാടൊക്കെ നമ്മുടെ ടീം ഒന്ന് ശ്രദ്ധിക്കുന്നത്. നോക്കുമ്പോൾ അവിടെ ഗ്ലാസിനകത്ത് ഒരു ഇങ്ങനെ ട്രാപ്പായി കിടക്കുന്നു. അതിനെ അതുപോലെ എടുത്ത് ജനാല വഴി പുറത്തു വിടാൻ ശ്രമിച്ചപ്പോൾ ജനാലയുടെ അവിടെ എത്തിയതും വീണ്ടും പറന്ന് വീടിനകത്തേക്ക് തന്നെ പോയി. ടിം, എല്ലാം ഓക്കെ അല്ലേ? ഹലോ ടിം. ടിം അങ്ങ് ഞെട്ടിപ്പോയി. ആൾ ഒട്ടും ഓക്കെ അല്ലാതെ നിന്നപ്പോൾ പെട്ടെന്ന് അവളുടെ ശബ്ദം കൂടെ കേട്ടപ്പോൾ എന്തോ പോലെ ആയിപ്പോയി. രണ്ടാളും പുറത്തിറങ്ങി. ഇവരുടെ നെയ്ബേഴ്സിനെയൊക്കെ അവിടെ കാണാം. ഈ നടന്നു പോകുന്ന ഈ പുള്ളിക്കാരനെ കണ്ടില്ലേ? ഇങ്ങേരുടെ പേര് ആന്റോൺ. പിന്നെയും കുറച്ചുകൂടെ മുന്നോട്ട് ചെല്ലുമ്പോൾ ഇവിടെ കാണുന്ന ഈ പുള്ളിക്കാരന്റെ പേര് ഫ്രീഡ്മാൻ. ഇവരൊക്കെ ഒന്ന് നോട്ടീസ് ചെയ്ത് വെച്ചു. പിന്നീട് നമുക്ക് ആവശ്യം വരും. ഈ ഫ്രീഡ്മാൻ ആണെങ്കിൽ കറന്റ് ഇവരുടെ അപ്പാർട്ട്മെന്റിലൊക്കെ കുറച്ച് റിനോവേഷൻ പരിപാടികളൊക്കെ നടത്തുന്നുണ്ട്. എത്രയും വേഗം വർക്ക് തീർത്തേക്കാന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങിയെന്നുണ്ടെങ്കിലും പ്രതീക്ഷിച്ചതിലും കൂടുതൽ ടൈം എടുത്തു എന്ന് നമ്മുടെ ഹീറോ അങ്ങേരോട് പറയുന്നുണ്ട്. ഇന്നേരമാണ് മുകളിലൂടെ ഒരു ഹെലികോപ്റ്റർ ഇങ്ങനെ പോകുന്നത് ഇവർ ശ്രദ്ധിക്കുന്നത്. നോക്കുമ്പോൾ കുറച്ച് ബാക്കിലായിട്ടുള്ള ഒരു ബിൽഡിങ്ങിന് വലിയ രീതിയിൽ തീ പിടിച്ച് ആകെ മൊത്തം പുകയായിട്ടുണ്ട്. എങ്ങനെ തീ പിടിച്ചാണെന്നൊന്നും അറിയില്ല. ഏതായാലും അവിടെ തീ പിടിച്ച ആ ഒരു ബിൽഡിങ്ങിൽ തീ കെടുത്താനുള്ള ശ്രമങ്ങളൊക്കെ ഇങ്ങനെ നടന്നു വരുന്നു. ഇവിടെ നമ്മുടെ കഥാനായകനും നായികയും കൂടെ അവരുടെ വണ്ടിയിൽ ചെന്നു. ഇതാണ് വണ്ടി, ഏതാ ലുക്ക്. ഒരു കാലത്ത് ഇവരുടെ സന്തോഷങ്ങളിലെ മേജർ പാർട്ടായിരുന്നു ഈ വണ്ടി. ഇപ്പോഴും ശരിക്കും ഒന്ന് സമാധാനം കിട്ടണമെങ്കിൽ വണ്ടിയിൽ വന്നിരിക്കണമെന്നുള്ള അവസ്ഥയാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഇരുവരുടെയും ലൈഫ് അത്ര ഓക്കെ അല്ലല്ലോ. ഇനിയെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് ജീവിക്കാമെന്നുള്ള ഒലീവിയയുടെ ആഗ്രഹം കാരണം പുള്ളിക്കാരിയാണ് ഇപ്പോൾ ഈ വണ്ടി അത്യാവശ്യമായിട്ട് ഇവിടെ ഏർപ്പാടാക്കി കൊണ്ടുവന്നത്. ആക്ച്വലി പുള്ളിക്കാരി അവളുടെ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ലൈഫ് പഴയ പോലെ ഒന്ന് ആക്കിയെടുക്കാൻ, നമ്മുടെ ടീമിനെ വീണ്ടും പഴയ പോലെ ഒന്ന് ആക്റ്റീവ് ആക്കി എടുക്കാനൊക്കെ. ഇന്നിപ്പോൾ ഈ മൊമെന്റ് മുതൽ എല്ലാ വിഷമവും മാറ്റിവെച്ച് രാത്രി തന്നെ നേരെ പാരീസിൽ പോയേക്കാം. അവിടുന്ന് പിന്നെ അങ്ങോട്ട് ഇതുവരെ ഉണ്ടായ കാര്യങ്ങളൊക്കെ മറന്ന് രണ്ടുപേർക്കും ഹാപ്പി ആയിട്ട് ജീവിക്കാമെന്ന് പുള്ളിക്കാരി പറയുന്നുണ്ടെങ്കിലും ടിം സമ്മതിക്കുന്നില്ല. ഇപ്പോൾ ടിമ്മിന് അങ്ങനെ ഒരു വെക്കേഷന് താല്പര്യമില്ല എന്നുള്ളതാണ്. ആ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ നഷ്ടപ്പെട്ടു. ഫുൾ ടൈം ജോലി, അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി ഗെയിം ഡെവലപ്പ് ചെയ്യണം, ഇനി അധികം സമയമില്ല, വർക്ക് ചെയ്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ആ യാത്ര അവൻ മുടക്കി. പാവം ഒലീവിയ, ടിമ്മിനെ പോലെ തന്നെ അവൾക്കും ഒരുപാട് വിഷമമുണ്ട്. കുഞ്ഞിനെ നഷ്ടപ്പെടുന്നത് ആർക്കാ സഹിക്കാൻ പറ്റുക? അങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് കരുതി ലൈഫ് ലോങ് അത് തന്നെ വിചാരിച്ച് നമ്മുടെ ഇൻട്രസ്റ്റുകളെല്ലാം മാറ്റി വെച്ചൊരുമാതിരി ഒരു ഡെഡ് ലൈഫ് ജീവിക്കാതെ കൂടെയുള്ള ആളുടെ സന്തോഷം കൂടെ നോക്കി അവരെ ഹാപ്പി ആക്കി വെക്കാൻ ശ്രമിക്കണ്ടേ? അവരെ കൂടെ പരിഗണിക്കണ്ടേ? കഴിഞ്ഞ 2 വർഷമായിട്ട് ടിമ്മിന്റെ കൂടെ ഒലീവിയ സഹിച്ചാണ് ജീവിക്കുന്നത്. സമയം പോകെ വീണ്ടും എല്ലാം ഓക്കെ ആകും, അവൻ വീണ്ടും ഓക്കെ ആകുമെന്ന് പ്രതീക്ഷിച്ച് ഇവൾ 2 വർഷം വെയിറ്റ് ചെയ്തു. എന്നിട്ടും പറ്റില്ല എന്നായപ്പോൾ ഇതെല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിച്ചേക്കാവൻ തീരുമാനിക്കുവാണ് ഒലീവിയ. ഒരുപാട് ശ്രമിച്ചു നോക്കി. അവന്റെ ട്രോമയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ 2 വർഷം വെയിറ്റ് ചെയ്തു. എന്നിട്ടും നടപടിയാവുന്നില്ലെന്ന് കണ്ടപ്പോൾ ശരി, ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചേക്കാം, ബ്രേക്കപ്പ് ചെയ്തേക്കാം, അവളുടെ വഴിക്ക് പോവാണെന്ന് പറയാണ്. അടുത്ത ദിവസം രാവിലെ തന്നെ പോകാനായിട്ട് പുള്ളിക്കാരി ചെന്ന് കതക് തുറക്കുമ്പോൾ കാണുന്നത് ഈ കാഴ്ചയാണ്. പുറത്തിറങ്ങാൻ പറ്റുന്നില്ലെന്നേ. ഒരു പുതിയ മതിൽ അവിടെ ഫോം ആയിരിക്കുന്നു. ഇങ്ങനെ ഒരു പ്രത്യേക ഡിസൈനിലുള്ള വലുതും ചെറുതുമായിട്ടുള്ള കുറെ ടൈലുള്ള ഒരു വോൾ. ഇത് വാതിലിന്റെ അവിടെ മാത്രമല്ല, ജനലിന്റെ അവിടെയും വെന്റിന്റെ അവിടെ വരെയും ഇങ്ങനെയുള്ള വോൾ ഫോം ആയിരിക്കുവാണ്. അപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. പുറത്തിറങ്ങാനുള്ള എല്ലാ
വഴിയും ഇങ്ങനെ അടഞ്ഞിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, ഉറങ്ങി എണീറ്റപ്പോൾ സ്വന്തം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. അതും ഇവരുടെ വഴി ബ്ലോക്ക് ചെയ്യുന്ന ഈ ഒരു ഒബ്ജക്ട് സം കൈൻഡ് ഓഫ് കമ്പ്യൂട്ടർ ഗെയിംസിൽ മാത്രം കാണുന്ന ടൈപ്പ് ഒരു ഒബ്ജക്റ്റ് ആണ്. ഇനിയിപ്പോൾ രാത്രി എന്തെങ്കിലും സംഭവിച്ച് രണ്ടുപേരും അറിയാതെ ഗെയിമിനകത്ത് വല്ലതും ട്രാപ്പായി പോയോ, മൊബൈൽ റേഞ്ച് കിട്ടുന്നില്ല, വൈഫൈ കംപ്ലീറ്റ്ലി ഡെഡായി, ഫോണും കൊണ്ട് ആ ഒരു വോളിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ എന്തോ ഒരു ചെറിയ ഗ്ലിച്ച് ഫോണിൽ സംഭവിക്കുന്നുണ്ട്. ഏതോ രീതിയിൽ ഇലക്ട്രോണിക് ഡിവൈസുമായിട്ട് വോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ, എസ്പെഷ്യലി ഫ്ലാഷ് ലൈറ്റ് വോളിലേക്ക് അടിക്കുമ്പോൾ ഏതോ രീതിയിൽ ഫോണും വോളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ അങ്ങനെ ആ ഒരു രീതിയിൽ കുറെ ഗ്ലിച്ചസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. എങ്ങനെയും പുറത്തിറങ്ങിയല്ലേ പറ്റൂ, പുറത്തേക്ക് ആരെയും കോൺടാക്ട് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയായി പോയില്ലേ. എങ്ങനെയും ഈ വോള് പൊട്ടിച്ച് പുറത്തിറങ്ങണം. ഇടിച്ചു നോക്കി തള്ളി നോക്കി ഒരു രക്ഷയില്ല. ഇവർ വോള് ഡ്രില്ല് ചെയ്യാൻ ശ്രമിച്ചു, ഒരു ചെറിയ സ്ക്രാച്ച് പോലും ഉണ്ടായില്ല. അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള സാധനമാണത്. ഇത് വാതിലിന്റെയും ജനലിന്റെയും അവിടെ മാത്രമാണ് വോള് ഫോം ആയിരിക്കുന്നുണ്ട്, പിന്നെയും കുഴപ്പമില്ലായിരുന്നു. ഇതാണെങ്കിൽ ഇവരുടെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ഹോൾവേയിലോട്ട് പോലും ഇറങ്ങാൻ പറ്റത്തില്ല, മൊത്തത്തിൽ കവേർഡ് ആയിരിക്കുക. ആകെ പെട്ടുപോയല്ലോ എന്ന് കരുതി ഇങ്ങനെ നിൽക്കുമ്പോൾ തൊട്ടപ്പുറത്തെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ഇവർക്ക് ശബ്ദം കേൾക്കാം. തുടർന്ന് അപ്പുറത്തെ അപ്പാർട്ട്മെന്റിലേക്ക് ഡ്രില്ല് ചെയ്തു. അവിടെയും രണ്ടാളാണുള്ളത്, അനയും മാർവിനും. ഇവരെ പോലെ തന്നെ ആകെ പേടിച്ച് വിരണ്ടിരിക്കുവാണ്. ഇത് എന്താ ഏതാ സംഭവം എന്നറിയാതെ പെട്ടിരിക്കുവാണേ. സ്വാഭാവികമായിട്ടും ഒരുപാട് പേടിയുണ്ടാവും. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ഒരു ഐഡിയയും ഇല്ലല്ലോ. റിയൽ ലൈഫിൽ ഇങ്ങനെയൊന്നും സംഭവിക്കേണ്ടതേ അല്ല. ടെമ്പറേച്ചർ ഡിഫറൻസ് ഇല്ലാതെ മാറ്റർ ഫോം ചേഞ്ച് ചെയ്യാന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് ഇമ്പോസിബിൾ. ഈ ഒരു ഒബ്ജക്ട് വോൾ അഥവാ ബ്രിക്ക്, ഇത് ഇവർ ടച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് സാധനം സോൾഡ് ആണെങ്കിലും കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു മാറ്റർ ഫോമിൽ തന്നെയാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇടയ്ക്കിടയ്ക്ക് അതിന്റെ ഫോം ചേഞ്ച് ആവുന്നുണ്ട്. ഇതുവരെ കേട്ടുപരിചയം പോലും ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ ഒരു ബ്രിക്ക് ചുറ്റും വന്നതോടെ എല്ലാവർക്കും അങ്ങ് പേടിയായി. ഇവിടെ കിടന്ന് ഇവരെല്ലാം മരിക്കുമോ, ആരെങ്കിലും ഇവരെ രക്ഷപ്പെടുത്തുമോ ഒന്നും അറിയില്ല. പുറത്തേക്ക് കോൺടാക്ട് ചെയ്യാൻ യാതൊരു വഴിയുമില്ല. നെറ്റ്വർക്ക് കണക്ഷൻസ് പോലും പ്രോപ്പർ അല്ല. എന്തിനേറെ വെള്ളം പോലും വരുന്നില്ല. ഫുഡും കുറവ്, വെള്ളവും ഇല്ല. എത്ര നേരം ഇങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റും? ഇങ്ങനെയൊക്കെ ആയതോടെ ഒലീവിയുടെ കൺട്രോൾ വിട്ടുപോയി. ഇതെല്ലാം ടിമ്മിന്റെ മിസ്റ്റേക്കാണ്. ഇന്നലെ പാരീസിലേക്ക് പോകാൻ സമ്മതിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു എന്ന് പറയാണ്. രണ്ടാളും തർക്കിച്ച് കൺട്രോൾ വിട്ടുപോയി. നമ്മുടെ ടിം അവന്റെ ഫോൺ എടുത്ത് വോളിലേക്ക് എറിഞ്ഞ് പൊട്ടിക്കുന്നൊക്കെ ഉണ്ട്. കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ടിം അവന്റെ ഫോൺ എടുത്ത് എറിഞ്ഞ് പൊട്ടിച്ച വോളിന്റെ ആ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഫോണിന്റെ ഒരു മെറ്റാലിക് പാർട്ട് അതിലിങ്ങനെ ഒട്ടിയിരിക്കുന്നത് അവൻ ശ്രദ്ധിക്കുന്നത്. എടുത്തു നോക്കിയപ്പോൾ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഈ ബ്രിക്ക് മെറ്റൽസിനെ അട്രാക്ട് ചെയ്യുന്നുണ്ടെന്ന് ഇവന് മനസ്സിലായി. അപ്പോഴേക്കും ഒലീവിയും നേരത്തെ അങ്ങനെയൊക്കെ പറഞ്ഞു പോയി സോറി എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. ടിം ആവട്ടെ വീട്ടിലുള്ള മെറ്റൽ സാധനങ്ങളൊക്കെ എടുത്ത് ബ്രിക്കിലേക്ക് വെക്കാൻ തുടങ്ങി. ഈ ഒരു വലിയ വാളിൽ ഇതിൽ വലിയ ബ്രിക്ക് വരുന്ന ഭാഗത്ത്, അതായത് സ്ക്വയർ ഷേപ്പിലുള്ള ബ്രിക്ക് വരുന്ന ഭാഗത്താണ് മാഗ്നറ്റിക് ഫോഴ്സ് കൂടുതലുള്ളത്. മെറ്റൽ ഐറ്റംസ് എല്ലാം അറേഞ്ച് ചെയ്ത് നോക്കിയപ്പോൾ ആ ഭാഗങ്ങളിൽ ഇതെല്ലാം കൂടുതലായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചു. ഒരുപക്ഷെ ഇങ്ങനെ ഈ ബ്രിക്കിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിലോ, ഇങ്ങനെ ബ്രിക്കിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കി നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് അബ്നോർമലായിട്ട് അത് ബിഹേവ് ചെയ്യുന്നത്. ഇവർ അതിൽ വെച്ച മെറ്റൽ പാർട്ടിക്കിൾസ് എല്ലാം വല്ലാണ്ട് അങ്ങ് ഷെയ്ക്ക് ആയിട്ട് അതിവേഗത്തിൽ ഇവർക്ക് നേരെ തെറിച്ചു വരുന്നു. ഉടനടി നമ്മുടെ ടിം ഒലീവിയെ കവർ ചെയ്ത് താഴേക്ക് അങ്ങ് കിടന്നു. അതുകൊണ്ട് അവൾക്കൊന്നും പറ്റിയില്ല. മെറ്റൽ പാർട്ടിക്കിൾസ് കുറെ ഇവന്റെ പുറത്ത് തുളച്ച് കയറി ബ്ലഡ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് കുറച്ച് സമയം ആശ്വസിപ്പിക്കലായി, സമാധാനിപ്പിക്കലായി, നാളത്തേക്ക് ഇതെല്ലാം ശരിയാവും, എല്ലാം പഴയ പോലെ ആകും എന്നുള്ള പ്രതീക്ഷയൊക്കെ പറയലായി. അന്നേരം ഇവരുടെ തൊട്ടപ്പുറത്തെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ഭയങ്കര ബഹളം കേൾക്കുന്നു. അവിടെയുള്ള രണ്ടുപേരും തമ്മിൽ അടിയാണെന്ന് തോന്നുന്നു. വിളിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യാത്തതോടെ ഇവരാവട്ടെ നേരത്തെ വോളിലിട്ട ഒരു ഹോള് വലുതാക്കി അകത്ത് കയറി. ചെന്ന് നോക്കിയപ്പോൾ അനെ അവിടെ വീണ് കിടക്കുവാണ്. മാർവിൻ അവളെ തല്ലിയതാണെന്ന് തോന്നുന്നു. അവളെ പിടിച്ചെഴുന്നേപ്പിച്ച് അവിടുന്ന് മാറ്റുമ്പോൾ മാർവിൻ വന്ന് ഇവരെ അറ്റാക്ക് ചെയ്യുന്നു. ഹീറോയിനും കൂടെ പെപ്പർ സ്പ്രേ ഒക്കെ അടിച്ച് അവനെ വീഴ്ത്തി. അന്നേരമാണ് അനെ ഇവരെല്ലാം സമാധാനിപ്പിച്ച് കാര്യം പറയുന്നത്. ഇവരുടെ അടുത്ത് എന്തൊക്കെയോ പൊടി സാധനങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കൂടെ വലിച്ചു കയറ്റി ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു അവൻ. ആകെ അപ്പാർട്ട്മെന്റിൽ ഇങ്ങനെ ട്രാപ്പായി പോയി എന്ത് ചെയ്യണമെന്നറിയാതെ പേടിച്ചിട്ട് പിന്നെയും ഓരോ സാധനങ്ങൾ വലിച്ചു കയറ്റി അങ്ങനെ കുഴപ്പമായതാണ്. ഇനിയും ഇതുപോലെ ഉണ്ടായേക്കാം. മാർവിൻ ആ കിക്കിലാണെങ്കിൽ അവൻ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവന്റെ കൈയൊക്കെ കെട്ടിവെക്കുന്നുണ്ട്. അവരുടെ അപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും ഇവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളുണ്ടോ നോക്കുമ്പോൾ അതിനകത്ത് ചെറിയ ക്യാമറാസ് ഒക്കെ ഇരിക്കുന്നത് കാണാം. പ്രൈവറ്റ് റൂമിൽ വെച്ചിരുന്നതാണ്. അവരുടെ എന്തെങ്കിലും ആവശ്യത്തിന് വാങ്ങി വെച്ചിരിക്കുന്നതാവാം. അതിൽ നിന്നൊരു വെപ്പൺ കിട്ടി. ഒരു സൈഡിൽ ഹാമർ, ഒരു സൈഡിൽ ആക്സ്, അങ്ങനെയുള്ളൊരു വെപ്പൺ. അത്യാവശ്യം സോൾഡ് ആയിട്ടുള്ള നല്ല പവർഫുൾ വെപ്പൺ ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഇതുകൊണ്ടും ബ്രിക്കിൽ ഒരു ചെറിയ പോറൽ പോലും വീഴ്ത്താൻ ഇവരെ കൊണ്ട് പറ്റുന്നില്ല. ഇതിപ്പോൾ എന്ത് തരത്തിലുള്ള ഒബ്ജക്റ്റ് അറിയില്ലോ. എത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിലും നല്ല രീതിയിലൊരു ഹിറ്റ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതിൽ ചെറിയ എന്തെങ്കിലും ഒരു ബെൻഡെങ്കിലും ഉണ്ടാവണ്ടേ, അല്ലെങ്കിൽ ഒരു ചെറിയ സ്ക്രാച്ച് എങ്കിലും ഉണ്ടാവണ്ടേ. ഇവിടെ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളതാണ്. സ്ക്രാച്ച് പോയിട്ട് അടിക്കുന്ന അടി അതേ ഫോഴ്സിൽ തിരിച്ച് വെപ്പണിലേക്ക് തന്നെ വരിക എന്നുള്ളതാണ്. ഡ്യൂഡ്, താൻ എന്തോ ഈ കാണിക്കുന്നേ? അടിച്ചടിച്ചാ ആയുധം നശിപ്പിക്കുമല്ലോ. അതിന് നമ്മുടെ ഹീറോ നിനക്ക് ബോധം വന്നോ? എന്നെ കൊല്ലാൻ നോക്കിയിട്ട് ഡയലോഗ് അടിച്ചോണ്ടല്ലോ. വാട്ട്, കൊല്ലാൻ നോക്കിന്നാ? ഞാനാ? അന്നേരം അന പറഞ്ഞു കൊടുക്കും, യാ ബേബ്, നിനക്ക് ഒട്ടും ബോധമില്ലായിരുന്നു. നീ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയെന്നേ? റിയലി? ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു? ബേബ്, ഞാൻ നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ. ചാച്ചുവിന്റെ മോക്കൊന്നും പറ്റിയില്ലല്ലോ എന്നും പറഞ്ഞ് അവരങ്ങനെ കിസ് ചെയ്യും. ഇവൻ ഇപ്പോഴും കിക്കിലാണെന്ന് തോന്നുന്നു. വാട്ട് എവർ. എന്തായാലും വെപ്പൺ യൂസ് ചെയ്ത് വോൾ അടിച്ച് പൊട്ടിക്കുക എന്നുള്ള പരിപാടി നടക്കൂല. ബ്രിക്ക് അത്രയും സ്ട്രോങ് ആണ്. ഇനിയിപ്പോൾ ഉള്ള ഒരേ ഒരു ഓപ്ഷൻ ഇവർ അപ്പുറത്തെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ഇപ്പുറത്തെ അപ്പാർട്ട്മെന്റിലേക്ക് വന്ന പോലെ ഈ ബിൽഡിങ്ങിന്റെ ബേസ്മെന്റിലേക്ക് പോകുക എന്നുള്ളതാണ്. അതിന് ഫ്ലോർ അടിച്ച് പൊട്ടിക്കണം. ഫ്ലോർ അടിച്ച് പൊട്ടിച്ച് താഴേക്ക് ഇറങ്ങണം. താഴത്തെ അപ്പാർട്ട്മെന്റിലേക്ക് ഇറങ്ങണം. അവിടുന്ന് വീണ്ടും താഴെ പോകണം. അങ്ങനെ ബേസ്മെന്റിൽ ചെല്ലണം. സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ ഇവിടെ ഒരു ഷെൽട്ടർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ എത്താൻ പറ്റി കഴിഞ്ഞാൽ അതുവഴി രക്ഷപ്പെടാൻ പറ്റുമെന്ന് പറയാണ്. ഏതായാലും ഫ്ലോറൊക്കെ അടിച്ച് പൊട്ടിച്ച് താഴത്തെ നിലയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ താമസിക്കുന്ന ഏറെ പ്രായമായ ഓസ്വാൾട്ട് എന്ന മുത്തശ്ശൻ നമ്മുടെ ഹീറോയെ കണ്ടതും അവന് നേരെ ഗണ്ണൊക്കെ പോയിന്റ് ചെയ്ത് ഇങ്ങനെ വരുവാണ്. ഇങ്ങോട്ട് ഇറങ്ങി വന്ന പോലെ തന്നെ തിരിച്ചു കയറി പൊക്കോളാൻ, ഇല്ലെങ്കിൽ തീർത്ത് കളയുന്നു. പുള്ളി വിചാരിക്കുന്ന എന്താ, ഇങ്ങനെ ചുറ്റുപാടും ബ്രിക്സ് വന്ന് ഇവരാകെ ട്രാപ്പായപ്പോൾ മുകളിലത്തെ നിലയിലുള്ളവർക്ക് അവിടെ വെള്ളവും ഭക്ഷണവും ഒക്കെ തീർന്നിട്ട് താഴേക്ക് ഇറങ്ങി വന്നതാണ്. ഇവരുടെ വീട്ടിലുള്ള ഫുഡിന് വേണ്ടി വന്നതാണ്. ഇവരുടെ റിസോഴ്സസ് ഒന്നും ഷെയർ ചെയ്യാൻ
പറ്റത്തില്ല, വന്ന വഴി വിട്ടോ ഇല്ലേ കൊന്നു കളയുമെന്ന് ഭീഷണിപ്പെടുത്തി. ഹീറോ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓസ്വാൾട്ട് ഒട്ടും അടുക്കുന്നില്ല. അന്നേരമാണ് ഓസ്വാൾട്ടിന്റെ കൊച്ചുമകൾ വരുന്നത്, ലേയ. കൊച്ചു വന്നപ്പോൾ നമ്മുടെ ഹീറോയിനും ഒക്കെ ഞങ്ങൾ നിങ്ങളുടെ ഫുഡിന് വേണ്ടി ഒന്നും വന്നതല്ല, ഇന്നതാണ് പ്ലാൻ, താഴെ ബങ്കറുണ്ട്, അതുവഴി രക്ഷപ്പെടാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർ പറയുന്നതിലെ ലോജിക്ക് ലേക്ക് പിടികിട്ടിയതുകൊണ്ട് കൊച്ചു ഓസ്വാൾട്ടിനോട് പറഞ്ഞു ഗണ്ണ് മാറ്റാൻ. അങ്ങനെ 4 പേരും താഴേക്ക് ഇറങ്ങി വരുന്നു. നല്ല ബോധത്തിലല്ലായിരുന്ന മാർവിൻ പുതപ്പിലൊക്കെ പിടിച്ചിറങ്ങി വന്ന് എടുത്തടിച്ച് വീഴുന്നൊക്കെയുണ്ട്. അയ്യോ വീണല്ലേ, നോക്കി ഇറങ്ങണ്ടായിരുന്നോ? ആക്ച്വലി ഇവിടെ ഒരു ലാഡർ ഉണ്ട്, ഇനിയിപ്പോൾ അതിന്റെ ആവശ്യമില്ലല്ലോ, എല്ലാവരും ഇറങ്ങിയല്ലോ, കുഴപ്പമില്ല, നമുക്ക് ഇനി ആവശ്യം വരുമ്പോൾ യൂസ് ചെയ്യാം. ഏതായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് മാർവിന്റെ കയ്യിലെ കെട്ട് നമ്മുടെ ടീം മറത്ത് മാറ്റുന്നുണ്ട്. ശരിക്കും ആളൊരു പ്രശ്നക്കാരനൊന്നുമല്ല, പുള്ളിക്കാരൻ വലിച്ചു കയറ്റിയ വീഡനോ അങ്ങനെ എന്തോ ഒരു ടൈപ്പ് പൊടി, അതിന്റെ ഹാങ് ഓവറിൽ അങ്ങനെയൊക്കെ പറ്റിപ്പോയതാണ്. ഇനിയും ഇവർക്ക് താഴേക്ക് തന്നെയാണ് പോകേണ്ടത്. ഈ ഫ്ലോറും അടിച്ചു പൊട്ടിക്കുന്നു. ഇന്നേരം നമ്മുടെ ലേയ അവളുടെ ബോയ് ഫ്രണ്ട് അല്ല ഗേൾ ഫ്രണ്ടിന് മെസ്സേജ് അയക്കാൻ ശ്രമിക്കുന്നുണ്ട്. സിഗ്നൽ ഇല്ലാത്തതുകൊണ്ട് ഒന്നും സെൻഡ് ആവുന്നില്ല. ലാസ്റ്റ് നൈറ്റ് അത്ര നന്നായിരുന്നില്ല, രണ്ടാളും തമ്മിൽ അടിയായി കോൺവെർസേഷൻ കട്ടായതാണ്. ഇന്നിപ്പം മെസ്സേജ് അയക്കാൻ നോക്കിയിട്ട് ഇതാണല്ലോ അവസ്ഥ. ലേയ്ക്ക് നല്ല പേടിയുണ്ട്, ഇവർ ഉദ്ദേശിക്കുന്ന പോലെ രക്ഷപ്പെടാൻ പറ്റിയില്ലെങ്കിൽ അവളുടെ ഗേൾ ഫ്രണ്ടിനെ കാണാൻ പറ്റുമോ, ഇനിയിപ്പോൾ അവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ എന്നൊക്കെയുള്ള പേടി കാരണം ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ ഒലീവിയ ഇവളെ കംഫർട്ടബിൾ ആക്കി ഒന്നും കൊണ്ടും പേടിക്കേണ്ട, എല്ലാം ഓക്കെ ആവും, നമുക്ക് രക്ഷപ്പെടാൻ പറ്റും എന്ന് പറയാണ്. ഇന്നേരമാണ് നമ്മുടെ ടീം താഴെ വീണ് കിടക്കുന്ന ഫയർ അലാം ശ്രദ്ധിക്കുന്നത്. പുള്ളിക്കാരനത് തുറന്നു നോക്കിയപ്പോൾ അതിനകത്തൊരു ചെറിയ ക്യാമറ. ഓസ്വാൾട്ടിനോട് ഇത് നിങ്ങളാണോ ഫയർ അലാമിനകത്ത് ക്യാമറ വെച്ചെന്ന് ചോദിച്ചപ്പോൾ ഫയർ അലാമിന്റെ കാര്യം മാത്രമേ അവർക്ക് അറിയുള്ളൂ, അതിനുള്ളിൽ ഇങ്ങനെ ക്യാമറ ഉള്ള കാര്യമൊന്നും അറിഞ്ഞുകൂടാ. റീസെന്റ് നടന്ന റിനോവേഷനിൽ ഈ ഫയർ അലാംസ് ഒക്കെ വീണ്ടും കൊണ്ട് സെറ്റ് ചെയ്തിരുന്നു. ഫ്രീഡ്മാൻ ആണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. ഇനിയൊരു പക്ഷേ അയാൾ രഹസ്യമായി എല്ലാ അപ്പാർട്ട്മെന്റിലും ഇങ്ങനെ ക്യാമറ വെച്ചിട്ടുണ്ടാവോ, എല്ലാവരെയും നിരീക്ഷിക്കുന്നുണ്ടാവോ? മിസ്റ്റർ ഓസ്വാൾട്ടിന്റെ തൊട്ടപ്പുറത്തെ അപ്പാർട്ട്മെന്റിലാണ് ഫ്രീഡ്മാൻ ജീവിക്കുന്നത്. സോ ഫ്ലോർ അടിച്ച് പൊളിക്കുന്നതിന് പകരം അപ്പുറത്തേക്കുള്ള അപ്പാർട്ട്മെന്റിലേക്ക് ഹോൾ ഇട്ട് അങ്ങോട്ട് കയറുവാണ് ഇവർ. അങ്ങോട്ട് ചെന്ന് നോക്കിയപ്പോൾ കാണുന്നത് കൈമുട്ടിന് താഴെ വെച്ച് മുറിഞ്ഞു പോയ ഒരുപാട് ബ്ലഡ് ഒക്കെ പോയി അങ്ങനെ വീണ് കിടക്കുന്ന ഫ്രീഡ്മാന്റെ ബോഡിയാണ്. അദ്ദേഹം മരണപ്പെട്ടു. അതും ആരോ ഇയാളുടെ കൈ രണ്ടും വെട്ടിമാറ്റിയിരിക്കുന്നു. ആ കാഴ്ച കണ്ട് മാർവിൻ ഒത്തിരി അങ്ങ് പേടിച്ചു. ഒലീവയ്ക്കും ഒരുമാതിരി അങ്ങ് പേടിയായിട്ട് പുള്ളിക്കാരിക്ക് ശ്വാസം മുട്ടൽ വന്നു. സംടൈംസ് പെട്ടെന്ന് നമ്മളെ ഷോക്ക് ആക്കുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ, ഒരുമാതിരി ഞെട്ടിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമുക്കൊരുമാതിരി ഫിസിക്കലി പെയിൻ ഫീൽ ചെയ്യത്തില്ലേ, ചെസ്റ്റിന്റെ ഇവിടേക്ക് ഒരുമാതിരി ഭയങ്കര ഭാരം ഇരിക്കുന്ന പോലെ, സിംപ്ലി പാനിക് അറ്റാക്ക്. ഒലീവയ്ക്ക് അങ്ങനെ ആയിപ്പോയി. നമ്മുടെ ടീം അവളെ സമാധാനിപ്പിക്കുന്നു. ദെൻ നമ്മുടെ ടീം അവിടെ കിടന്ന ഫ്രീഡ്മാന്റെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അതിൽ ഈ വോളിന്റെ ഈ ബ്രിക്സിന്റെ കുറെ ഫോട്ടോസ് എടുത്തിരിക്കുന്നത് കാണാം. സോ ഇദ്ദേഹവും ഈ ബ്രിക്സിനെ പറ്റി മനസ്സിലാക്കിയിട്ടുണ്ട്, ഇതിന്റെ ഫോട്ടോയും എടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഇദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നത്. അതിനുശേഷമാണ് ഒന്നുകിൽ ആരോ ഇദ്ദേഹത്തെ കൊലപ്പെടുത്തിയത്, അല്ലെങ്കിൽ ഈ ബ്രിക്സ് ഏതോ രീതിയിൽ ഇദ്ദേഹത്തിന്റെ ജീവൻ എടുത്തു. 2 കൈയും മുറിഞ്ഞു പോയിരിക്കുന്നത് കാണുമ്പോൾ തോന്നുന്നത് ഒരു പക്ഷേ ഇദ്ദേഹം ഈ ഒരു വോൾ ബ്രേക്ക് ചെയ്ത് പുറത്തിറങ്ങാൻ വല്ലതും ശ്രമിച്ചപ്പോൾ ഏതെങ്കിലും തരത്തിൽ വോൾ അല്ലെങ്കിൽ ബ്രിക്സ് റിയാക്ട് ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെയായിരിക്കും ഇദ്ദേഹത്തിന്റെ 2 കൈ പോയത്. എല്ലാവർക്കും അങ്ങ് പേടിയായി. എത്രയും വേഗം ഷെൽട്ടറിലെത്തണം, അവിടുന്ന് ടണൽ വഴി പുറത്തിറങ്ങണം. അതിനുവേണ്ടി ഈ ഫ്ലോറും ഇങ്ങനെ അടിച്ചു പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് നമ്മുടെ ഹീറോയിൻ ഒരു പത്രപേപ്പർ എടുത്ത് ഹീറോയെ കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം പുറത്തിറങ്ങിയപ്പോൾ ഇവർ സ്ട്രീറ്റിൽ കുറച്ച് ബാക്കിലായിട്ട് അവിടെ ഫയർ ഉണ്ടായിരിക്കുന്നത് കണ്ടല്ലോ. ആ തീപിടുത്തവുമായി ഇപ്പം നടക്കുന്ന സംഭവങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കുവാണ്. അതിനുള്ള സാധ്യതയില്ല. കുറഞ്ഞതൊരു 500 മീറ്ററെങ്കിലും ദൂരെയുള്ളൊരു ബിൽഡിങ്ങിലാണ് തീപിടുത്തം ഉണ്ടായത്. ആ തീപിടുത്തം അവർക്ക് കൺട്രോൾ ചെയ്യാനും സാധിച്ചിരുന്നു. ഫയർഫോഴ്സും ഹെലികോപ്റ്ററും ഒക്കെ കൃത്യസമയത്ത് അവിടെ എത്തുന്നത് നമ്മൾ കണ്ടിരുന്നു. ബട്ട് അവർ ഇവിടെ നമ്മുടെ ബോധമില്ലാത്ത മെർവിൻ ഫ്ലോർ അടിച്ചു പൊട്ടിച്ച് അത് മൊത്തം കൂടെ പൊട്ടി ഇളകി താഴെ വീഴുന്നുണ്ട്. മർവിനും ടിമ്മും അനയും തെറിച്ച് താഴെ വീണു. ബാക്കിയുള്ളവർ കുറച്ച് നീങ്ങി നിന്നതുകൊണ്ട് അവർ സേഫാണ്. ഉടനടി ലാഡർ യൂസ് ചെയ്ത് നമ്മുടെ ഹീറോയിനൊക്കെ താഴേക്ക് ഇറങ്ങി വരുവാണ്. അത്യാവശ്യം നല്ലൊരു വീഴ്ചയായിരുന്നല്ലോ. വീഴ്ചയുടെ ആഘാതത്തിൽ ചെറുതായിട്ടൊന്ന് അൺകോൺഷ്യസ് ആയി, എന്നാലും ഇപ്പോൾ കുഴപ്പമില്ല. വല്യപ്പൻ ഓസ്വാൾട്ട് താഴേക്ക് ഇറങ്ങി ചെല്ലുന്നില്ല, ഇവിടെ കിടന്ന് മരിച്ചോളാം എന്നൊക്കെ വലിയ ഡയലോഗ് അടിച്ചെങ്കിലും കൊച്ചു സമ്മതിച്ചില്ല. വലിയ ഹീറോ ആവുമ്പോണ്ട ഇറങ്ങി വരാൻ പറഞ്ഞ് അദ്ദേഹത്തെയും പിടിച്ചിറക്കി. ഇപ്പൊ ഇവരെത്തിയിട്ടുള്ള അപ്പാർട്ട്മെന്റ് നമ്മുടെ ആന്റന്റെ അപ്പാർട്ട്മെന്റ് ആണ്. അദ്ദേഹത്തിന്റെ ഗസ്റ്റ് ആയിട്ട് വന്ന പുള്ളിക്കാരനാണ് ഈ യൂരി. കറക്റ്റ് സമയത്താണ് ഗസ്റ്റ് വന്നത്. യൂരി ഇവിടെ ട്രാപ്പായി പോയല്ലോ. ശരിക്കും ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് യൂരിക്ക് വ്യക്തമായി അറിയാം. ഇദ്ദേഹം ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നൊന്നുമില്ല. ഇത് ഇവിടെ ഫോം ആയിരിക്കുന്ന ഈ വോൾ, ഈ ബ്രിക്സ്, അതൊരു ഡിഫൻസ് മെക്കാനിസം ആണെന്ന്. ഏത് തരത്തിലുള്ള അറ്റാക്കിനെയും പ്രതിരോധിക്കാൻ സാധിക്കുന്ന അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് ഇത്. എവിടുന്നോ ആക്രമണം വന്നിട്ടുണ്ട്, അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വോൾസ് ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നതെന്നൊക്കെ പറയാണ്. സ്വാഭാവികമായിട്ടും ബാക്കിയുള്ളവർക്ക് ഇത് വിശ്വസിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അവരവട്ടെ ആന്റനെ തിരക്കി. ആന്റൺ മരണപ്പെട്ടു എന്നാണ് യൂരി പറയുന്നത്. ഹേർട്ട് ഫെയിലിയർ ആയിരിക്കുമെന്ന്. ഈ ബ്രിക്സ് ഒക്കെ ഇങ്ങനെ ക്രിയേറ്റ് ആയ സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു പ്രൊട്ടക്ഷൻ വരുന്ന സമയത്ത് അദ്ദേഹം പെട്ടെന്ന് വീണു പോകുമായിരുന്നത്. ആന്റൺ പീസ് മേക്കർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നേ. നമ്മൾ ആദ്യം കണ്ടിരുന്നല്ലോ, ഇലക്ട്രോണിക് സിഗ്നൽസ് ഒക്കെ ഈ വോൾസുമായിട്ട് ഏതോ തരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതോ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യപ്പെടുന്നതോ ഒക്കെ ഒരു പക്ഷേ ആന്റൺ യൂസ് ചെയ്തിരുന്ന പീസ് മേക്കറിനും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകാം. എന്തെങ്കിലും ഒരു ഗ്ലിച്ച് കാരണമായിരിക്കാം അദ്ദേഹം മരണപ്പെട്ടതെന്നും യൂറി പറയുന്നുണ്ട്. ഇതൊക്കെ വളരെ കാമായിട്ട് സമാധാനത്തിലാണ് പുള്ളിക്കാരൻ പറയുന്നത്. കാരണം ഇങ്ങേർക്ക് ഇവിടുന്ന് രക്ഷപ്പെടണമെന്നില്ല. ഒരു പക്ഷേ വല്ല ന്യൂക്ലിയർ അറ്റാക്കാണ് ഉണ്ടായിരിക്കുന്നതെങ്കിലോ. അതിനെപ്പോലും അത്ര ഹൈ റേഡിയേഷൻ ഷോക്ക് വേവിനെ പോലും ഡിഫെൻഡ് ചെയ്യാൻ കേപ്പബിൾ ആണ് ഈ വോൾസ്. ഈവൻ അങ്ങനെയെങ്ങാണ് സംഭവിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇത് ഓപ്പൺ ചെയ്ത് ഇവിടുന്ന് പുറത്തിറങ്ങാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ബങ്കർ വഴി ടണൽ വഴി പുറത്തിറങ്ങാൻ ശ്രമിക്കുന്നത് മണ്ടത്തരമല്ലേ? ഹീറോയും കൂടെയുള്ളവരും ശരിക്കും ഒന്ന് ആലോചിച്ചു. തങ്ങൾ കാണിക്കുന്നത് മണ്ടത്തരമാണോ എന്ന് അവർക്ക് സംശയം തോന്നുന്നുണ്ടെങ്കിൽ
പറ്റിയില്ലെങ്കിലും എന്തായാലും ഇവിടെ വരെയായി. മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ, വരുന്നത് വരട്ടെ, എന്തായാലും നേരിടാമെന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നു. ബേസ്മെന്റിലെത്തി അവിടുന്ന് ടണൽ മാർഗം പുറത്തിറങ്ങാൻ ആ വഴി ഓപ്പൺ ചെയ്തപ്പോൾ ദേ അവിടെയും വോള്. ഇത് ഇവരൊട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പാർട്ട്മെന്റ്സിലെ ഡോറിന്റെയും ജനലിന്റെയും അവിടെ വോള് വരുന്നത് മനസ്സിലാക്കാം. ഇത് അണ്ടർഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് വോള് വന്നിരിക്കുന്നു. ഭയങ്കര ടെൻഷനായി. ഒരു തരത്തിലും രക്ഷപ്പെടാൻ പറ്റത്തില്ലെന്നായപ്പോൾ കൺട്രോൾ പോയ മർവിൻ ചുറ്റികെടുത്ത് വോളിലിട്ട് അടിക്കുന്നൊക്കെയുണ്ട്. നമ്മുടെ ഹീറോ അവനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു. എന്നിട്ടും അവൻ ബഹളം വെച്ചപ്പോൾ ഒസ്വാൾട്ട് അപ്പൂപ്പൻ അവന്റെ തലയ്ക്ക് നേരെ ഗണ്ണ് പോയിന്റ് ചെയ്തു. ഓക്കെ, വെടിവെക്കരുത് പ്ലീസ്. ഓക്കെ, ഞാൻ സമാധാനപ്പെട്ടു എന്നും പറഞ്ഞ് പതിയെ തിരിഞ്ഞ് പെട്ടെന്ന് ഗണ്ണ് പിടിച്ചു വാങ്ങി വോളിന് നേരെ ഫയർ ചെയ്തു. തുടർച്ചയായി 4-5 തവണ വെടി ഉതിർത്തെങ്കിലും ഒരൊറ്റ ഒരെണ്ണം പോലും വോളിൽ കൊള്ളുന്നില്ല. അതിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. ദേ ബുള്ളറ്റ്സ് ഒക്കെ ഇങ്ങനെ സ്റ്റക്കായി അവിടെ നിന്നു. എന്നിട്ട് ബുള്ളറ്റ്സ് ഇവർക്ക് നേരെ തിരിഞ്ഞതും നമ്മുടെ ടിമ്മിന് കാര്യം മനസ്സിലായി. എല്ലാവരോടും കുനിഞ്ഞിരിക്കാൻ പുള്ളി പറഞ്ഞപ്പോഴേക്കും അതിവേഗത്തിൽ ബുള്ളറ്റ് ഇവർക്ക് നേരെ പാഞ്ഞിരുന്നു. അതിലൊരെണ്ണം നമ്മുടെ ഒസ്വാൾട്ട് അപ്പൂപ്പന്റെ ബോഡിയിലാണ് കയറി ഇറങ്ങുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. പാവം മനുഷ്യനെ ഇവിടെ വരെ കൊണ്ടുവന്നിട്ട് കൊന്നുകളഞ്ഞല്ലോ. ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് കരുതി ചെയ്തതല്ല മാർവിൻ. ആ ഒരു വെപ്രാളത്തിന്റെ പുറത്ത് വോൾ എങ്ങനെങ്കിലും തകർക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്തതാണ്. എല്ലാവരും ഒരുമാതിരിയായി. അദ്ദേഹത്തിന്റെ മരണത്തിന് കൂടെയുള്ള എല്ലാവരും റെസ്പോൺസിബിൾ ആണെന്നൊരു തോന്നൽ. ഇതൊന്നും വേണ്ടിയിരുന്നില്ല. യൂരി പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു, അടങ്ങി അടങ്ങാണ് ഇരുന്നാൽ മതിയായിരുന്നു എന്നുള്ളൊരു തോന്നലേ. നമ്മുടെ ആനയ്ക്ക് ചെറുപ്പത്തിൽ ഒരു നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. പുള്ളിക്കാരി ഏതാണ്ട് 2 മിനിറ്റോളം ശ്വാസം നിലച്ച് കിടന്നിട്ട് പിന്നെ വീണ്ടും ജീവിച്ചു വന്നതാണെന്ന് പറയുന്നുണ്ട്. അതേപോലെ ലേയുടെ അമ്മ ക്യാൻസർ കാരണം മരണപ്പെട്ടതാണ്. അവർ മരിക്കുന്ന സമയത്ത് ലേ അടുത്തുണ്ടായിരുന്നു. യൂരി ആണെങ്കിൽ ഒരാളെ കൊന്നിട്ടുണ്ടെന്ന്. ആക്ച്വലി ഇദ്ദേഹം ഒരു പോലീസുകാരനാണേ. ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോഴും അതിൽ നിന്ന് ഓർക്കം ചെയ്യാൻ പറ്റിയിട്ടില്ലെന്ന് പറയുന്നുണ്ട്. മർവിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒസ്വാൾട്ടിന്റെ മരണത്തിന് ഡയറക്റ്റ് കാരണം ഇങ്ങനെയാണ്. അതായത് ഇവർക്ക് 4 പേർക്കും ഡെത്തുമായിട്ട് ഇങ്ങനെ ക്ലോസ് എക്സ്പീരിയൻസ് ഉണ്ടെന്ന്. നമ്മുടെ ടിമ്മിനെ പറ്റിയും ഒലിവിയെ പറ്റിയും ചോദിക്കുമ്പോൾ പുള്ളിക്കാരി ഭയങ്കര അൺകംഫർട്ടബിൾ ആയി അവിടെ എണീറ്റ് മാറിപ്പോകുന്നുണ്ട്. കാരണം അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ കുഞ്ഞിനെയാണ്. അതായത് പറഞ്ഞു വരുന്നത്, ഒന്നാലോചിച്ചാൽ ഡെത്തിന് ഈ നടക്കുന്ന സംഭവങ്ങളുമായിട്ട് എന്തോ ബന്ധമുള്ള പോലെ. ഇവിടെ ട്രാപ്പ് ആയിരിക്കുന്ന ഇവർക്കെല്ലാം ഡെത്തുമായിട്ട് ഇങ്ങനെ ഒരു ക്ലോസ് എക്സ്പീരിയൻസ് ഉണ്ടെന്ന്. 2 വർഷമായിട്ടും കുഞ്ഞിനെ നഷ്ടപ്പെട്ട ആ ഒരു ട്രോമയിൽ നിന്ന് പുറത്തു വരാൻ പറ്റാത്ത നമ്മുടെ ഹീറോയിനും പിന്നെയും 1-2 പറഞ്ഞ് തർക്കമായി. ഒലിവിയ ഭയങ്കരമായിട്ട് ഡിമാൻഡ് ചെയ്യുന്ന, എനിക്ക് അങ്ങനെ വേണം ഇങ്ങനെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്ന അങ്ങനെ ഒരു സ്വഭാവക്കാരിയൊന്നുമല്ല. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും വേണ്ട പോലെ ഒരു സപ്പോർട്ടായിട്ട് അവളുടെ പാർട്ണർ കൂടെ ഉണ്ടാവണമെന്നേ അവളും ആഗ്രഹിച്ചിട്ടുള്ളൂ. ടിം അങ്ങനെയൊക്കെ ആയിരുന്നു. എന്നാൽ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതോടെ അവന്റെ രീതികൾ ആകെ മാറി. മിസ്കാരേജ് ആയി കുഞ്ഞിനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അവളോടൊന്ന് പ്രോപ്പറായിട്ട് സംസാരിക്കാൻ പോലും അവൻ തയ്യാറായില്ലെന്ന് പറയുന്നുണ്ട്. അവനും വിഷമം ഉണ്ടാവും, അത് മനസ്സിലാക്കാം. അവൻ കൂടുതലായിട്ട് വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നാലും അവൾക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കാൻ പിന്നീട് ഒരിക്കലും അവൻ ശ്രമിച്ചിട്ടില്ല. അവളോട് പ്രോപ്പറായിട്ടൊന്ന് സംസാരിക്കാനോ നോക്കിയാക്കി എടുക്കാനോ എന്താണ് അവൾക്ക് വേണ്ടതെന്ന് മനസ്സിലാക്കി ചെയ്തു കൊടുക്കാൻ അവനെ കൊണ്ട് പറ്റിയില്ല. അന്നും ഇന്നും എപ്പോഴും വീഡിയോ ഗെയിം ക്രിയേറ്റ് ചെയ്യുക, അതിന്റെ പുറകെ ഇരിക്കുക, വർക്ക് എന്ന് പറഞ്ഞ് ഇവൾക്കൊരു പ്രാധാന്യം കൊടുക്കാത്ത പോലെ ആയിപ്പോയി. ഇത്രയും നാൾ ഇതൊക്കെ സഹിച്ച് ഈ വിഷമമൊക്കെ മനസ്സിലിട്ട് ഒരു കൂട്ടിക്കിടക്കണ അവസ്ഥയിലാണ് അവർ ജീവിച്ചത്. 2 പേരും. കമ്മ്യൂണിക്കേഷൻ എവിടെ കട്ടാവുന്നു അവിടെ പിന്നെ ഓവർ തിങ്കിങ്ങിന്റെ അയ്യരുകളിയാണ്. അതും ഇതും ചിന്തിച്ചു കൂട്ടി ഈഗോ കൂടി പിന്നെ അങ്ങോട്ട് ഒരു തരത്തിലും ശരിയാവാത്ത രീതിയിൽ ബന്ധം ഭയങ്കര വഷളാവും. 2 വർഷം അവളുടെ വിഷമമൊക്കെ മനസ്സിൽ ഇങ്ങനെ ഒതുക്കി വെച്ചു, ഒളിപ്പിച്ചു വെച്ചു. അവളുടെ ഭാഗത്തും തെറ്റുണ്ട്. കൂടെ നിൽക്കുന്നത് അന്യൊന്നും അല്ലല്ലോ. 3 ഒരെണ്ണം കൊടുത്തിട്ട് എന്റെ അവസ്ഥ ഇങ്ങനെയാണ്, ഈ ഒരു സപ്പോർട്ട് എനിക്കിപ്പോൾ വേണമെന്ന് പറയണമായിരുന്നു. വാട്ടവർ, 2 പേരും അടുത്തൊരു വഴക്ക് കഴിഞ്ഞു. ഇനിയിപ്പോൾ അറിയാലോ, സമാധാനിപ്പിക്കൽ. ദെൻ ഇവിടുന്ന് പുറത്തിറങ്ങാൻ എന്താ വഴിയെന്ന് അന്വേഷിച്ച് ഇവരാദ്യം ഫ്രീഡ്മാന്റെ അപ്പാർട്ട്മെന്റ് മുഴുവൻ തിരയുന്നുണ്ട്. അയാൾ മറ്റുള്ളവരുടെ അപ്പാർട്ട്മെന്റിൽ രഹസ്യമായി ക്യാമറയൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിരുന്നല്ലോ. എന്താ ഉദ്ദേശം എന്നൊക്കെ കറക്റ്റായിട്ട് അറിയണം. പിന്നെ ഇവിടെ മരിച്ചു കിടക്കുന്ന ആൻഡൻ, പുള്ളിക്കാരന്റെ റൂമിൽ കുറെ നോട്ട്സ് ഒക്കെ നമ്മുടെ ലേ ശ്രദ്ധിച്ചായിരുന്നു. അതിൽ പലതും ഈ ഒരു ബ്രിക്സിനെ പറ്റിയാണ്. ഇതെന്താ ഏതാ സംഭവം എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിലും അതൊക്കെ കാര്യമായിട്ട് എടുത്ത് നോക്കുന്നുണ്ട്. കുറേ നോട്ട്സ് ഉണ്ട്, എല്ലാം ബ്രിക്സിനെ പറ്റിയാണ്. ഇതിനെപ്പറ്റി എന്തോ കാര്യമായിട്ട് ആൻഡൻ അറിയായിരുന്നു. ആൻഡന്റെ റൂമിൽ നിന്ന് ഇവർക്ക് എപ്സിലോൺ നാനോ ഡിഫൻസ് എന്നൊരു കമ്പനിയുടെ കാർഡൊക്കെ കിട്ടുന്നുണ്ട്. നേരത്തെ യൂരി പറഞ്ഞ ആ ഒരു ഡിഫൻസ് മെക്കാനിസം അത് ഈ എപ്സിലോൺ എന്ന കമ്പനിയാണ് ഡെവലപ്പ് ചെയ്തത്. ഇവരുടെ അപ്പാർട്ട്മെന്റിന് ചുറ്റും വന്നിരിക്കുന്ന ഈ വോൾസ് ഇത് നാനോ ഡിഫൻസ് ആണ്, നാനോ ടെക് ആണ്. ആൻഡൻ അവിടെ ഒരു പ്രോഗ്രാമർ ആയിരുന്നു. കൂടുതൽ കാര്യങ്ങളൊന്നും യൂറിക്ക് അറിയത്തില്ല. ആൻഡൻ ആ കമ്പനിയെ പറ്റി അധികം അങ്ങനെ സംസാരിക്കാറില്ലെന്നൊക്കെയാണ് പറയുന്നത്. ഇതേസമയം ഫ്രീഡ്മാന്റെ അപ്പാർട്ട്മെന്റിൽ ഒരു രഹസ്യ റൂം ഉണ്ടെന്ന് കണ്ടെത്തുന്ന നമ്മുടെ ഹീറോ ഒക്കെ അത് ഓപ്പൺ ചെയ്യാനുള്ള ഡിവൈസും കണ്ടുപിടിച്ച് അതിൽ പൊടി വിതറി പാസ്വേഡ് കണ്ടുപിടിച്ച് റൂം അൺലോക്ക് ചെയ്തു. അകത്ത് കയറി നോക്കിയതും കുറേയധികം മോണിറ്റേഴ്സ്. ഈ മോണിറ്റേഴ്സിൽ ഈ അപ്പാർട്ട്മെന്റിൽ ജീവിക്കുന്ന സകല ആളുകളുടെയും വീടിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ കാണാം. എല്ലാവരുടെയും കിടപ്പുമുറിയിൽ വരെ ക്യാമറ വെച്ചിരുന്നു ഫ്രീഡ്മാൻ. അങ്ങനെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള വിഷ്വൽസ് ഒക്കെ ഇങ്ങനെ നോക്കി വരുമ്പോഴാണ് ഈ വോൾസ് ഫോം ആകുന്നത് ഇവർ കാണുന്നത്. ദേ കണ്ടില്ലേ, വളരെ ചെറിയ നാനോ പാർട്ടിക്കിൾസ് പറന്നു വന്ന് അതൊരു സോളിഡ് ഫോം ആയി മാറുന്നു, ഒരു സ്ട്രോങ് സോളിഡ് ഫോം ആയി മാറുന്നു. ഇത് തന്നെ സംഭവം. യൂരി പറഞ്ഞ പോലെ ഇതൊരു ഡിഫൻസ് മെക്കാണ്. ആൻഡൻ വർക്ക് ചെയ്തിരുന്ന എപ്സിലോൺ നാനോ ടെക് കമ്പനി തന്നെയാണ് ഇതിന്റെ പുറകിൽ. അവരുടെ ഒരു ടൈനി നാനോ പാർട്ടിക്കിൾസ് ആണ് ഇവരുടെ അപ്പാർട്ട്മെന്റിന് ചുറ്റും വന്ന് ഇതിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം ഇവരെല്ലാം ഇതിനകത്ത് ട്രാപ്പ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഡിഫൻസ് ടെക്നോളജി ആണെന്ന് പറയുന്നുണ്ടല്ലോ. ഒരുപക്ഷെ എന്തെങ്കിലും തരത്തിലുള്ള കാര്യമായിട്ടുള്ള ആക്രമണം ഈ നഗരത്തിന് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവാം. അതുകൊണ്ട് ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാവാം. അറ്റ് ദ സെയിം ടൈം ആൻഡന്റെ നോട്ട്സ് ഒക്കെ നോക്കിക്കൊണ്ടിരുന്ന നമ്മുടെ ലേയ എന്തോ ഒരു സംശയം തോന്നിയിട്ട് അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഇങ്ങനെ ഇട്ടിരുന്ന സ്കാർഫ് മാറ്റി നോക്കുന്നുണ്ട്. തീ നോക്ക്, യൂരി പറഞ്ഞ പോലെ ഹാർട്ട് ഫെയിലായി, പീസ് മേക്കർ കംപ്ലൈന്റ് ആയി, അങ്ങനെയൊന്നും മരിച്ചതല്ല. ഇദ്ദേഹത്തെ കൊന്നതാണ്, കഴുത്ത് ഞെരിച്ച് കൊന്നതാണ്. അതിന്റെ പാടുകൾ അദ്ദേഹത്തിന്റെ കഴുത്തിൽ കാണാം. ഫ്രീഡ്മാന്റെ അപ്പാർട്ട്മെന്റിലിരുന്ന് വിഷ്വൽസ് ഒക്കെ നോക്കുന്ന ബാക്കിയുള്ളവര് നേരത്തെ ആൻഡന്റെയും യൂരിയുടെയും റൂമിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ കാണുവാണ്. അവിടെ കുറെ തവണ റിപ്പീറ്റഡ് ആയിട്ട് മൊബൈൽ ഫ്ലാഷ് ഇങ്ങനെ ബ്ലിങ്ക് ആവുന്നത് ഇവർക്ക് കാണാൻ
കാണാൻ പറ്റുന്നുണ്ട്. ഫ്ലാഷ് ലൈറ്റ് ബ്ലിങ്ക് ആയി തീരുന്നതും കൂടുതൽ പ്രകാശം വീടിനകത്തേക്ക് കടന്നു വരുന്നതും കാണാം. അതായത് ആ വോൾസ് ഓപ്പൺ ചെയ്യാൻ നമ്മുടെ ആന്റണിന് സാധിച്ചിരുന്നു. അദ്ദേഹം വോൾ ഓപ്പൺ ചെയ്തിരുന്നു. മൊബൈൽ യൂസ് ചെയ്ത് ആ ഒരു വോളിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അത് മാറ്റാനും അദ്ദേഹത്തിന് സാധിക്കും. എന്നാൽ ഇങ്ങനെ വോൾ ഓപ്പണായി അധികം താമസിയാതെ യൂരിയും ആന്റണും തമ്മിൽ അടിയാവുന്നതും യൂരി ആന്റന്റെ കഴുത്ത് ഞെരിച്ച് അദ്ദേഹത്തെ കൊല്ലുന്നതും കാണാം. സെയിം ടൈം ലേയെ തിരക്കി താഴെ ചെന്ന നമ്മുടെ മാർവിൻ കാണുന്നത് അവിടെ മരിച്ചു കിടക്കുന്ന ലേയാണ്. യൂരി ആവട്ടെ ആന്റന്റെ നോട്ട്സ് ഒക്കെ കത്തിച്ചു കളയുന്നു. അദ്ദേഹം കണ്ടില്ലേ, ഒരുമാതിരി ഭ്രാന്ത് പിടിച്ചവനെ പോലെ യൂരി സംസാരിക്കുന്നത്. പുറത്തെന്താ സംഭവിക്കുന്നതെന്നോ സംഭവിച്ചതെന്നോ ഇങ്ങേർക്ക് ഒരു ഐഡിയ ഇല്ല, ഒരു ക്ലാരിറ്റി ഇല്ല. എന്നിട്ടും പുറത്തിറങ്ങുന്നത് അപകടമാണ്, ഇതിനുള്ളിൽ തന്നെ ഇരിക്കണം, ആരും പുറത്തിറങ്ങാൻ പാടില്ല എന്നുള്ള വാശിയാണ് ഇങ്ങേർക്ക്. ഈ നാനോടെക് ഡെവലപ്പ് ചെയ്തത് തന്നെ അറ്റാക്കിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയാണ്. അറ്റാക്ക് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ മാത്രമേ ഈ നാനോടെക് യൂസ് ചെയ്യപ്പെടൂ എന്നറിയാവുന്ന യൂരി ഈ നാനോടെക് ഇപ്പോൾ അവർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് പുറകിൽ ശക്തമായ റീസൺ ഉണ്ടെന്ന് വിശ്വസിക്കുവാണ്. ഏതാ റീസൺ എന്ന് കൃത്യമായി അറിയില്ലെങ്കിലും എപ്സിലോൺ നാനോടെക് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിലെ റീസൺ ഇത് തന്നെയാണ്, അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് എന്നങ്ങ് വിശ്വസിക്കുവാണ്. മറ്റ് സാധ്യതകളുണ്ട്. ഒരുപക്ഷെ ആ ഒരു ബിൽഡിങ്ങിൽ ഫയർ ഉണ്ടായി എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ, അത് ആ എപ്സിലോൺ ബിൽഡിങ്ങിലായിരിക്കാം ഫയർ ഉണ്ടായിട്ടുള്ളത്. അവിടെ നടന്ന എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ഗ്ലിച്ചിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. ഇങ്ങനൊരു സാധ്യത കൺമുന്നിൽ ഉണ്ടെന്നിരിക്കെ ഈ പൊട്ടൻ അതൊന്നും വിശ്വസിക്കാതെ ബ്ലൈൻഡ് ആയിട്ട് അവനറിയാവുന്ന അവന്റെ യുക്തിക്ക് വെച്ച്, യുക്തി എന്ന് പോലും പറയാൻ പറ്റത്തില്ല, മണ്ടത്തരം വിശ്വസിച്ച് വെച്ചിരിക്കുന്നു. അതിന്റെ പേരിൽ രണ്ടുപേരെ കൊല്ലുകയും ചെയ്തു. ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മുടെ ടീം താഴേക്ക് ഓടി ഇറങ്ങി ചെല്ലുമ്പോൾ മാർവിനെയും കൊല്ലാൻ ശ്രമിക്കുവാണ് യൂരി. ഒന്നും നോക്കിയില്ല, രണ്ടുപേരും കൂടെ യൂരിയെ അടിച്ച് താഴെ ഇട്ടു. പിടിച്ച് കെട്ടിയിട്ട് തലക്കെട്ടൊരെണ്ണം കൊടുത്ത് യൂരിക്ക് വീണ്ടും ബോധം വന്നപ്പോൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അത് ഇതെന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നീയൊക്കെ ജീവനോടുണ്ട്, നീയൊക്കെ എന്നോട് നന്ദി പറയണം. മാർവിൻ അവന്റെ ചെപ്പക്കുറ്റി തീർത്ത് ഒരെണ്ണം കൂടെ കൊടുത്തിട്ട്, ദേ നിന്റെ തല അടിച്ച് പൊട്ടിക്കാത്തതിന് നീ ഞങ്ങളോടാണ് നന്ദി പറയേണ്ടത്. സത്യം പറയടാ, എന്താണ് കോഡ്? ഇവിടുന്ന് പുറത്തിറങ്ങാനുള്ള കോഡ് എന്താ? ഇത്രയും അടി കൊണ്ടിട്ടും യുവമാര് പിന്നെയും തല്ലുവെന്ന് വ്യക്തമായി അറിഞ്ഞിട്ടും യൂരി അത് പറയാൻ തയ്യാറാവുന്നില്ല. യൂരിക്ക് നേരെ ഗണ്ണൊക്കെ പോയിന്റ് ചെയ്ത് ചോദ്യം ചോദിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം തീപിടുത്തം ഉണ്ടായത് എപ്സിലോണിൽ തന്നെയാണെന്ന് ഇവൻ സമ്മതിക്കുന്നുണ്ട്. എന്നാലും അങ്ങനെ തീപിടുത്തം ഉണ്ടായപ്പോൾ ഉള്ളൊരു ടെക്നിക്കൽ ഗ്ലിച്ച് ഓർ സംതിങ് അങ്ങനെ എന്തെങ്കിലും കാരണം ഈ ഒരു ഡിഫൻസ് ടെക് ആക്ടിവേറ്റ് ആയതാണെന്ന് സമ്മതിക്കുന്നില്ല. പകരം ഇവരുടെ നാടിന് നേരെ എന്തോ ഒരു തരത്തിലുള്ള അറ്റാക്ക് വരുന്നുണ്ട്. ആ അറ്റാക്കിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഇത് അവർ ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആരും പുറത്തിറങ്ങരുത്, ഇതിനോടകം പുറത്തെ എയറൊക്കെ കണ്ടാമിനേറ്റഡ് ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇവനിങ്ങനെ വിശ്വസിച്ച് വെച്ചോട്ടെ, അത് കുഴപ്പമുള്ള കാര്യമല്ല. എന്നാൽ ഇവന്റെ കൂടെയുള്ള ആന്റൺ പോലും ഇവിടുന്ന് പുറത്തിറങ്ങാൻ ശ്രമിച്ചായിരുന്നല്ലോ. അദ്ദേഹം ഒരു തവണ വോൾ അൺലോക്ക് ചെയ്തായിരുന്നല്ലോ. കാരണം ആന്റൺ വിചാരിച്ചത് ഇത് ജസ്റ്റ് ഒരു മാൽ ഫംഗ്ഷൻ മാത്രമാണെന്നാണ്. എന്നാൽ യൂരി സമ്മതിച്ചു കൊടുത്തില്ല. ഇവന്റെ വാശിയും കൊണ്ട് നിന്നു. വോൾ ഓപ്പൺ ചെയ്ത് രക്ഷപ്പെടാൻ അവസരം ഒരുക്കി കൊടുത്ത് അങ്ങേരെ പോലും കൊന്നു കളഞ്ഞു. തുടർന്ന് അങ്ങോട്ടുള്ള തിരച്ചിലിൽ ആന്റൺ അദ്ദേഹത്തിന്റെ റൂമിൽ വെച്ച് ചെയ്ത കുറേ കാര്യങ്ങളുടെ വിഷ്വൽ ഇവർക്ക് കാണാൻ പറ്റുന്നുണ്ട്. വോൾ ഫോം ആയ ടൈം മുതലേ അദ്ദേഹം എന്തൊക്കെയോ കാര്യമായിട്ട് അദ്ദേഹത്തിന്റെ സിസ്റ്റത്തിൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുപാട് സമയം എടുത്ത് വോളിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് ഇത് അൺലോക്ക് ചെയ്യാനുള്ള, ഇത് തുറക്കാനുള്ള കോഡ് അദ്ദേഹം കണ്ടുപിടിച്ചു. അത് അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ആന്റന്റെ ഫോണും ലാബും ഒക്കെ ഓൾറെഡി യൂരി അടിച്ച് നശിപ്പിച്ചിരുന്നെങ്കിലും ഫയൽസ് ഒക്കെ ഇപ്പോഴും റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നു. അങ്ങനെ നമ്മുടെ ഹീറോ അതെല്ലാം റിക്കവർ ചെയ്തെടുത്തു. എപ്സിലോന്റെ ഒരു ആപ്പ്, അത് യൂസ് ചെയ്ത് ഈ വോൾ അൺലോക്ക് ചെയ്യാൻ പറ്റും. ബട്ട് സ്റ്റിൽ കോഡ് എന്താണ് എന്നുള്ളതിന് ഇവർക്ക് കറക്റ്റ് ഒരു ക്ലാരിറ്റി ഇല്ല. വോൾ അൺലോക്ക് ചെയ്യാനുള്ള കീ സെൽഫോൺ ആണ്. സെൽഫോണിലെ ഫ്ലാഷ് ലൈറ്റുകൾ ഒരു പ്രത്യേക രീതിയിൽ ഒരു കോഡ് ഫോർമാറ്റിൽ വോളിലേക്ക് അടിച്ചാൽ ആ ഒരു വോളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അത് ഓപ്പൺ ചെയ്യാനും സാധിക്കും. എന്നാൽ കോഡ് തെറ്റിപ്പോയാൽ പണിയാണ്. വോൾ റിയാക്ട് ചെയ്യും, ഉള്ളിലുള്ളവർക്ക് അപകടം പറ്റാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. തുടർന്ന് ഇവർ ആ ഒരു ആപ്പ് യൂസ് ചെയ്ത് ഡോർ സ്കാൻ ചെയ്തപ്പോൾ 4 ബട്ടൺസ് അപ്പിയർ ആയി. വോളിലുള്ള 4 വലിയ ടൈലില്ലേ, അതാണ് അങ്ങനെ മാർക്കായി വന്നിരിക്കുന്നത്. അതിൽ ഓരോന്നിലും ക്ലിക്ക് ചെയ്യുമ്പോൾ പെർട്ടിക്കുലർ നമ്പർ ഓഫ് ടൈംസ് ഫ്ലാഷ് ലൈറ്റ് ഓൺ ആവും, ബ്ലിങ്ക് ആകും. അങ്ങനെ ഫസ്റ്റ് ട്രയൽ തന്നെ 4 ബട്ടണിൽ ക്ലിക്ക് ചെയ്തപ്പോൾ വോൾ ഒരു പ്രത്യേക രീതിയിലേക്ക് മാറി. ആ ഒരു സ്ട്രോങ് സോളിഡ് ഫോം വിട്ട് വോളിലൂടെ പാസ് ചെയ്യാൻ പറ്റുന്ന, അതിനുള്ളിലേക്ക് നമുക്ക് കയറി ചെല്ലാൻ പറ്റുന്ന രീതിയിലേക്കായി. ആന രണ്ടും കൽപ്പിച്ച് അവളുടെ കൈ അകത്തേക്ക് ഇട്ടു. അവൾക്കിപ്പോൾ ഉള്ളിലേക്ക് കടക്കാൻ സാധിക്കുന്നുണ്ട്. രക്ഷപ്പെട്ടല്ലോ എന്ന സന്തോഷത്തിൽ അതിലൂടെ പാസ് ചെയ്യാൻ ശ്രമിച്ച ആന പെട്ടെന്ന് അതിലങ്ങ് സ്റ്റക്കായി പോവാണ്. ബാക്കിയുള്ളവർ വന്ന് അവളെ പിടിച്ചു വലിച്ച് അകത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനോടകം വോള് വീണ്ടും അതിന്റെ പഴയ ഫോമിലേക്കാകുവാണ്. ആനയുടെ പാതി ശരീരം അതിനുള്ളിലായിരുന്നു. വോള് വീണ്ടും പഴയ പോലെ ആയതും അവളുടെ ശരീരം പാതി വെച്ച് വെട്ടിമുറിഞ്ഞ് അങ്ങനെ അവൾ മരണപ്പെട്ടു. കണ്ടു നിൽക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു മരണം. ഇത് തന്നെയാണ് ഫ്രീഡ്മാനും സംഭവിച്ചത്. അദ്ദേഹത്തിന്റെ കൈ രണ്ടും മുറിഞ്ഞു പോയത് ഇങ്ങനെയാണ്. ആനയ്ക്ക് സംഭവിച്ചത് കണ്ട് ഒരുപാട് സങ്കടപ്പെട്ട് മാർവിൻ കരയുമ്പോൾ പൊട്ടിച്ചിരിക്കുവാണ് യൂരി. ദേഷ്യം സഹിക്കാൻ പറ്റാതെ തോക്കെടുത്ത് മാർവിൻ യൂരിക്ക് നേരെ ഫയർ ചെയ്തിട്ട് ആനയെ നഷ്ടപ്പെട്ടതിന്റെ വിഷമത്തിൽ സ്വയം അവന്റെ തലയ്ക്ക് നേരെ ഷൂട്ട് ചെയ്ത് ആത്മഹത്യ ചെയ്തു. ഇനിയിപ്പോൾ ജീവനോടെ ബാക്കിയുള്ളത് നമ്മുടെ ടിമ്മും ഒലിവിയയും മാത്രം. ഇത്രയൊക്കെ ആയപ്പോൾ, ഇതെല്ലാം കണ്ടപ്പോൾ, കൂടെയുള്ളവരെല്ലാം മരിച്ചു വീണപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതിക്കാതിരുന്ന ഈഗോ കാരണം വേണ്ടെന്ന് വെച്ച് മാറ്റി വെച്ചുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഇവർ സംസാരിക്കുന്നുണ്ട്. ഇവിടെ എപ്സിലോന്റെ വോൾ വന്നിട്ട് ഒരു ദിവസമേ ആയുള്ളെങ്കിലും കഴിഞ്ഞ 2 വർഷമായിട്ട് ഇവർ രണ്ടാളും ഒരു വലിയ മതിൽക്കെട്ടിനകത്താണ് ജീവിക്കുന്നതെന്ന് പറയാം. ഇതുവരെയും രണ്ടാളും ആ ഒരു ഗ്യാപ്പ് തകർക്കാൻ ശ്രമിച്ചിട്ടില്ല. അങ്ങോട്ടോ ഇങ്ങോട്ടോ കാര്യമായിട്ടൊന്ന് ഓപ്പണായിട്ട് സംസാരിച്ചാൽ, ഒരാളൊന്ന് വിട്ടുകൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. ടിമ്മിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട കാര്യങ്ങളൊന്നും സംസാരിക്കേണ്ട ഒരു മാറ്ററായിട്ട് അവന് ഫീൽ ചെയ്തില്ല. അത് വീണ്ടും ഓർത്തിരിക്കാൻ അവൻ ആഗ്രഹിച്ചില്ല. ഒലിവിയയ്ക്ക് നേരെ തിരിച്ചു അവൾക്ക് അതിനെപ്പറ്റി സംസാരിക്കണം. അത് സംസാരിച്ച് അങ്ങ് തീർക്കണം. ഒരുപാട് കരഞ്ഞ് പുള്ളിക്കാരി ഒന്ന് ഓക്കെ ആയി വന്നതാണ്. എന്നാൽ അത് പോരാ. അവൾക്ക് ഇവന്റെ മനസ്സിലുള്ള ഒരു ആശങ്കയും പ്രശ്നങ്ങളും എല്ലാം മാറ്റണമെന്നുണ്ടായിരുന്നു. അതിന് കുറച്ച് ടൈം കൊടുക്കണമെന്നുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ 2 വർഷത്തിനിടെ ഇവനെ ഇട്ടിട്ട് പോകാൻ അവൾക്ക് ഒരുപാട് ചാൻസ് കിട്ടി. ബട്ട് ഷി നെവർ ഡിഡ്. ഇവരുടെ ഈ ബന്ധം ഇങ്ങനെ തന്നെ പിടിച്ചു നിർത്താൻ അവൾ ഒരുപാട് കഷ്ടപ്പെട്ടു. അതൊക്കെ മനസ്സിലാക്കി ഇപ്പോൾ അവനും സംസാരിച്ചപ്പോൾ അവൾക്ക് ഒരുപാട് റിലീഫ് ആവുന്നുണ്ട്. അങ്ങനെ
അങ്ങനെ എപ്സിലോണിന്റെ വാൾ തുറക്കാൻ സാധിച്ചില്ലെങ്കിലും ഇവർക്കിടയിലുള്ള ആ ഒരു ബാരിയർ, ആ ഒരു വോൾ പൊളിഞ്ഞു വീണു. ദെൻ വീണ്ടും വോൾ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്നു. ഇത്തവണ പുതിയൊരു കോമ്പിനേഷൻ ട്രൈ ചെയ്യുവാണ്. നേരത്തെ ടോപ്പ് ടു ബോട്ടം ട്രൈ ചെയ്തപ്പോൾ വോൾ കറക്റ്റായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റിയില്ല. ഇത്തവണ ബോട്ടം ടു ടോപ്പ് ട്രൈ ചെയ്തു. എന്നാൽ ലാസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഹീറോയിൻ അവനോട് നിർത്താൻ ആവശ്യപ്പെട്ടു. അവളൊരു കാര്യം നോട്ടീസ് ചെയ്തു. എന്താണെന്ന് വെച്ചാൽ ഓരോ ബട്ടണും ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ നമ്പർ ഓഫ് ടൈംസ് ആണ് ഈ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നത്. ഓരോ ബട്ടണിലും ഇത്ര തവണ ലൈറ്റ് ബ്ലിങ്ക് ആവണമെന്ന് അസൈൻ ചെയ്തിട്ടുണ്ട്. ഇത് മനസ്സിലാക്കി നേരത്തെ ആൻഡൺ വോൾ ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ച ആ ഒരു വീഡിയോ ഇവർ വീണ്ടും പ്ലേ ചെയ്യുവാണ്. അങ്ങനെ അതിൽ നിന്ന് ആൻഡൺ ഏത് ഓർഡറിലാണ് ബട്ടൺസിൽ ക്ലിക്ക് ചെയ്തതെന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ എല്ലാം സെറ്റായി, പാസ്വേഡ് കണ്ടുപിടിച്ചു. വോൾ ഓപ്പൺ ചെയ്യാനായിട്ട് ചെല്ലുമ്പോൾ യൂറി എഴുന്നേറ്റ് വന്ന് ഇവനെ അറ്റാക്ക് ചെയ്യുന്നു. അവൻ മരിച്ചിട്ടില്ലായിരുന്നേ, വെടി കൊണ്ടിട്ടും അങ്ങേര് മരിച്ചില്ല. ഇവിടെ ഇപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടല്ലോ വോൾസിൽ നിന്ന് വരുന്നത്, ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കാരണം ബുള്ളറ്റിന്റെ സ്പീഡ് കുറഞ്ഞിട്ടുണ്ടാവാം. അതും ഒരു മേജർ ഘടകമായിരിക്കാം. അതുമല്ലെങ്കിൽ ഇവനൊരു കടുത്ത വിശ്വാസിയാണല്ലോ, ഈ വോൾസ് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണെന്ന് വാദിക്കുന്നവനാണല്ലോ, അതിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നവനാണല്ലോ. അവന്റെ ആ ഒരു അൺഷേക്കബിൾ ബിലീഫ്, അവന്റെ ആ ഒരു ബ്ലൈൻഡ് ബിലീഫ് ഷാറ്റർ ആവുന്നതുവരെ, ആ ഒരു ഇല്യൂഷൻ ഷാറ്റർ ആവുന്നതുവരെ അവൻ മരിക്കുന്നില്ല എന്ന് ഒരു സൈക്കോളജിക്കൽ POVയിലും നമുക്ക് നോക്കി കാണാം. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇവിടെയുള്ള ഒട്ടുമിക്ക റിലീജിയൻസിന്റെയും വിശ്വാസങ്ങൾ അവരുടെ ബിലീഫ്സ് എവിഡൻസിന്റെ ബേസിലല്ല, പ്രോപ്പറായിട്ടുള്ള തെളിവുകളില്ലെങ്കിലും അവരതിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇതാണ് സത്യമെന്ന് വാദിക്കുന്നു. എക്സാക്ട്ലി അത് തന്നെയല്ലേ യൂരി ഇവിടെ ചെയ്യുന്നത്. കൃത്യമായിട്ടുള്ള തെളിവുകളില്ല, അവൻ പറയുന്നത് വെറും ന്യായീകരണങ്ങൾ മാത്രമാണ്. എന്നിട്ടും അവന്റെ ആ ഒരു ബിലീഫ് സിസ്റ്റത്തിൽ നിന്ന് പുറത്തു വരാൻ അവനെ കൊണ്ട് സാധിക്കുന്നില്ല. മറ്റുള്ളവർ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഇവനോട്ട് സമ്മതിക്കുന്നുമില്ല. വേറും അന്ധവിശ്വാസം, അതായത് എങ്ങനെയും എല്ലാവരെയും ഇതിനുള്ളിൽ തന്നെ പിടിച്ചു നിർത്തണം, ആരെയും ഇവിടുന്ന് പുറത്തു കിടക്കാൻ സമ്മതിക്കരുത്. അങ്ങനെ ഇവരെ ഒക്കെ ഇതിനകത്ത് പിടിച്ചു നിർത്തുവാണെന്നുണ്ടെങ്കിൽ അവൻ എന്തോ നേട്ടം കിട്ടുന്ന പോലെ. എക്സാക്ട്ലി പല മതങ്ങളും മതത്തിന്റെ ആളുകളും ഒക്കെ ചെയ്യുന്ന പോലെ, മതപരിവർത്തനം നടത്താൻ ശ്രമിക്കുന്ന പോലെ, ഒരു തെറ്റിൽ നിന്ന് മറ്റൊരു തെറ്റിലേക്ക് ആളുകളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിക്കുന്ന ചിലർ. അങ്ങനെ ചെയ്യുന്നതിലൂടെ അവർ വിശ്വസിക്കുന്ന ആ ഒരു ബിലീഫ് സിസ്റ്റത്തിനനുസരിച്ചുള്ള റിവാർഡ് അവർക്ക് കിട്ടും. ഫോർ എക്സാമ്പിൾ അവരുടെ ദൈവം വരെ എന്തോ ഒരു സ്പെഷ്യൽ പ്ലേസ് അവർക്ക് കൊടുക്കും എന്ന് വിശ്വസിക്കുന്നവർ. ഔട്ട്സൈഡ് വേൾഡിലേക്ക് വിടാതെ ഇവരെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തിയാൽ ഒരു സെപ്പറേഷൻ ആൻഡ് സാൽവേഷൻ, ഒരു രക്ഷ കിട്ടുന്ന പോലെ വിചാരിക്കുന്ന യൂരി പൂർണ്ണമായും എപ്സിലോൺ കമ്പനിയെ വിശ്വസിച്ച്, അതിനെ ഒരു ഡിവൈൻ തിങ് ആയിട്ട് വിശ്വസിച്ച്, തങ്ങളെ രക്ഷിക്കാൻ വേണ്ടി മാത്രമേ അവർ പ്രവർത്തിക്കൂ എന്ന് വിശ്വസിക്കുന്ന മണ്ടൻ. ഇതാണ് ശരിക്കും യൂരി. ഇങ്ങനെയുള്ള യൂരിയെ ചുമ്മാ വിടണോ? ഇവനെ ആദ്യമേ തന്നെ തീർക്കണ്ടായിരുന്നോ? ഇത്തവണ നമ്മുടെ ടിമ്മും ഒലീവിയയും കുറച്ചധികം മെനക്കെടുന്നുണ്ടെങ്കിലും ഒരു വിധത്തിൽ അവനെ അടിച്ച് വീഴ്ത്താൻ സാധിച്ചു. അങ്ങനെ വോൾ അൺലോക്ക് ചെയ്ത് രണ്ടാൾക്കും പുറത്തിറങ്ങാൻ സാധിച്ചു. ഇതാണ് പുറത്തെ ഇപ്പോഴത്തെ അവസ്ഥ. കണ്ടാൽ ഒരു ഗെയിം പോലൊക്കെ തോന്നുമെങ്കിലും ഇവിടെയുള്ള പല അപ്പാർട്ട്മെന്റുകളുടെയും അവസ്ഥയാണിത്. ഇവിടെ ഉണ്ടായിരുന്ന ബിൽഡിംഗ്സ് എല്ലാം പൂർണ്ണമായും കവേർഡ് ആയിരിക്കുന്നു. ഇപ്പോഴും ഒരുപാട് ആളുകൾ ഇതിനുള്ളിൽ ട്രാപ്പായി കിടക്കുകയാണ്. എപ്സിലോൺ കമ്പനി ബിൽഡിങ്ങിലുണ്ടായ തീപിടുത്തം തന്നെയാണ് ഇതിനെല്ലാം കാരണം. അല്ലാതെ അറ്റാക്ക് ഒന്നും വന്നതിന്റെ ഭാഗമായിട്ട് ഡിഫൻസ് ആക്ടിവേറ്റ് ആയതല്ല. ഏതായാലും ഇവരുടെ വണ്ടി ഇവിടെ തന്നെയുണ്ട്, വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല. രണ്ടാളും വാഹനത്തിൽ കയറി അവിടുന്ന് മുന്നോട്ട് പോകുന്നു. എപ്സിലോണിലുണ്ടായ ഈ ഒരു ഇഷ്യൂ കാരണം ഇത്രത്തോളം ജനങ്ങൾ ട്രാപ്പിലായി എന്നുള്ള കാര്യം ഗവൺമെന്റ് ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അവരത് വീണ്ടും പഴയ പോലെ നോർമലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വരുന്നു. മൊത്തം സിറ്റിയും ലോക്ക്ഡൌൺ, ഇത്രയും ജനങ്ങളെ രക്ഷപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു എന്ന് കാണിച്ചുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത്. ജസ്റ്റ് ഒരു അഡ്വഞ്ചർ ത്രില്ലർ മൂവി എന്നതിലുപരി ഒരു സൈക്കോളജിക്കൽ POVയിലും നമുക്ക് ഈ സിനിമ കാണാൻ പറ്റും. കഥയുടെ തുടക്കത്തിൽ ഒരു ബിയെ കാണിക്കുന്നുണ്ടായിരുന്നല്ലോ, ഗ്ലാസിനുള്ളിൽ ട്രാപ്പായി കിടന്ന ഒരു ചെറിയ ബി. നമ്മുടെ ടിം അതിനെ എടുത്തുകൊണ്ട് പോയി ജനാല വഴി പുറത്തേക്ക് വിടാൻ ശ്രമിച്ചപ്പോൾ അത് വീണ്ടും വീടിനകത്തേക്ക് തന്നെ പറന്നുപോയി. അന്ന് തന്നെ എപ്സിലോണിന്റെ നാനോടെക് ഇവിടെ മുഴുവൻ കവർ ആകുകയും ആ ബിയും ഇതിനകത്ത് ട്രാപ്പായി പോവുക തന്നെ ചെയ്തു. എക്സാക്ട്ലി നമ്മുടെ ടിമ്മിന്റെയും ഒലീവിയുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയായിരുന്നു. 2 വർഷം നീർ ജീവിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സ് തുറന്ന് സംസാരിച്ചിരുന്നെങ്കിൽ തീരാവുന്ന പ്രശ്നങ്ങളെ അവർക്കിടയിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇരുവരും അതിന് കാര്യമായി ശ്രമിച്ചില്ല. രണ്ടാളും ഓപ്പൺ ആയിട്ടൊന്നും തുറന്ന് സംസാരിക്കാൻ തയ്യാറായില്ല. ഒടുക്കം ഇത്രയധികം പ്രശ്നങ്ങളിലൂടെ പാസ് ചെയ്തു വന്നപ്പോഴാണ് ഇരുവർക്കും ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പും ഇല്ലാതാവുന്നത്. യൂരിയെ പറ്റി നമ്മൾ ഓൾറെഡി സംസാരിച്ചു. ഫ്രീഡ്മാന്റെ കേസ് പറയുകയാണെങ്കിൽ എല്ലാവരും ചെയ്യുന്ന എല്ലാ കാര്യവും അവൻ അറിയണം. രഹസ്യമായിട്ട് പലയിടത്തും ക്യാമറാസ് ഇൻസ്റ്റാൾ ചെയ്ത് എല്ലാവരെയും നിരീക്ഷിക്കുമായിരുന്നു. സാധാരണക്കാർക്ക് മേൽ ഇങ്ങനെ ഒരു അതോറിറ്റിയായി വർക്ക് ചെയ്യുന്നത് ആരൊക്കെയാണ്, എവിടൊക്കെയാണെന്നുള്ള കാര്യം പ്രത്യേകം എടുത്ത് പറയണ്ടല്ലോ. ആന്റണിയെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളി ഒരു വഴികാട്ടിയാണ്. ട്രൂത്തിലേക്കുള്ള വഴി പുള്ളി തുറന്നു കൊടുത്തു. എന്നാൽ അദ്ദേഹത്തിന്റെ വിധിയോ, ചിലർ സത്യങ്ങളിലേക്കുള്ള വഴി ഓപ്പൺ ചെയ്തു കൊടുത്താലും സമൂഹം അവരെ ട്രീറ്റ് ചെയ്യുന്നത് വേറൊരു രീതിയിലായിരിക്കും. എസ്പെഷ്യലി യൂരിയെ പോലെയുള്ള ബ്ലൈൻഡ് ബിലീവേഴ്സ്. പിന്നെ ഒരു കൺഫ്യൂഷനോടെ മാറ്റാനുണ്ട്, ഈ ന്യൂക്ലിയർ അറ്റാക്കിനെയൊക്കെ ഇതുപോലെയുള്ള നാനോടെക് വെച്ച് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. റിയൽ ലൈഫിൽ നമ്മൾ ഇതുവരെയും ആ ഒരു പോയിന്റിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. സിനിമയിൽ ഒരു പോയിന്റിൽ ഡയലോഗ്സിനിടയിൽ ജസ്റ്റ് ന്യൂക്ലിയർ എന്ന് യൂരി ഒന്ന് മെൻഷൻ ചെയ്തു പോകുന്നതേ ഉള്ളൂ. അത് തന്നെയാണെന്ന് അവൻ ഉറപ്പിച്ച് പറയുന്നില്ല. മറ്റെന്ത് തരത്തിലുള്ള അറ്റാക്കും ആകാമെന്നാണ് അവൻ പറയുന്നത്. ബയോളജിക്കൽ, കെമിക്കൽ അറ്റാക്സിനെയൊക്കെ നാനോടെക് കൊണ്ട് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ന്യൂക്ലിയർ അറ്റാക്കിനെ ഡിഫെൻഡ് ചെയ്യാൻ ഇതൊന്നും പോരാ. എത്ര വേഗമായിരിക്കും പൊടിപടലമായി മാറുക എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയാണ് തുടക്കത്തിൽ അതിനെപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ. രണ്ടായാലും ഇൻട്രാക്ഷൻ ആണ്, കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തുന്നതിന് കാരണമാകും. ഇത്തരത്തിലുള്ള കൂടുതൽ സിനിമകളുടെ കഥകൾ കേൾക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.